ഹായ് കൂട്ടുകാരെ, ആലിയാസ് വ്ലോഗിൽ ഇന്ന് ചെറിയ പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ഇത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ തന്നെയുള്ള വെസ്റ്റ് സൈഡ് മാളിൽ നിന്നുള്ള കാഴ്ചകളാണ്. ഇവിടെ നിന്നാണ് എനിക്കും ഹസ്ബൻഡിനും ഉള്ള ഡ്രസ്സ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. അത്യാവശ്യം നല്ല ഡ്രസ്സുമായിരുന്നു, റീസണബിൾ പ്രൈസുമായിരുന്നു കേട്ടോ. ഇത് പെരുന്നാളിൻ്റെ തലേ ദിവസത്തിലുള്ള കാഴ്ചകളാണ്. ഒരു 9 മണിയായിട്ടുണ്ടാവും. ഞാനും മോളും ഹസ്ബൻഡും ഉണ്ട് വണ്ടിയിൽ. അപ്പോൾ ഓരോരോ കാഴ്ചകൾ ഞങ്ങൾക്ക് സെൻറ്റ് വാങ്ങിക്കാനായിട്ടുണ്ടായിരുന്നു. അതും അങ്ങനെ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്നതാണ്. അപ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. എല്ലാവരും നാളത്തെ പെരുന്നാളിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന കാഴ്ചകൾ. പള്ളിയിലൊക്കെ ആണെങ്കിലും നല്ലതുപോലെ ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇട്ട് എല്ലാവരും നമാസിനൊക്കെ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുന്ന കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് ഒരു 3 സ്വീറ്റ്സാണ് ഉണ്ടാക്കിയത് പെരുന്നാളിന്. അതിലൊരു ഫേമസ് ആയിട്ടുള്ള സ്വീറ്റാണ് കേട്ടോ. ദാൽക്കി മിഠാന്ന് ഇവിടെ പറയും. കടലപ്പരിപ്പ് വെച്ചിട്ടുള്ളൊരു സ്വീറ്റാണ്. ഇതാണ് അതിനകത്ത് ചേർക്കുന്ന മെയിനായിട്ടുള്ള ഒരു ഡ്രൈ ഫ്രൂട്ട്. അതിൻ്റെ പേര് ചിരോഞ്ചി എന്നാണ്, വേറെ പേര് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ കുറേ ഡ്രൈ ഫ്രൂട്ട്സ് ഞാനിവിടെ ഫ്രൈ ചെയ്യുന്നതിൻ്റെ 3 സ്വീറ്റ്സിനും വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സാണ്. അതാണ് ഒരുമിച്ച് ഞാനങ്ങോട്ട് ഫ്രൈ ചെയ്തെടുത്തത്. ഈ ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അത് കരിഞ്ഞൊന്നും പോകാൻ പാടില്ല. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് കടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകം കേട്ടോ, ഗോൾഡൻ ബ്രൗൺ. നമ്മുടെ കടലപ്പരിപ്പ് നന്നായിട്ട് വേവിച്ച് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് ഒരു എന്തെങ്കിലും ഒരു കട്ടിയുള്ള പാത്രം വെച്ചിട്ട് നെയ്യ് മാത്രമാണ് ഞാൻ ചേർക്കുന്നത്. നെയ്യ് ഇട്ട് കൊടുക്കുക. അതിനകത്തേക്ക് പട്ട, ഗ്രാമ്പു, കുറച്ച് ഏലക്കായും കൂടി ഇട്ട് അതൊന്ന് മൂത്ത് കഴിയുമ്പം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ കടലപ്പരിപ്പ് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കണം നെയ്യിൽ. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് പഞ്ചസാര. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നത് കൊണ്ട് തന്നെ പഞ്ചസാര നോക്കി വേണം ചേർക്കാനായിട്ട്. ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാച്ചിയ പാലാണ് കുറച്ച് ഉപയോഗിച്ചു. കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിച്ചു. ഇനിയും കുറച്ച് നെയ്യും കൂടിയിട്ട്, കാരണം നെയ്യ് എത്രത്തോളം ഉപയോഗിക്കുന്നോ അത്രത്തോളം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഡിഷിന്. കണ്ട നമ്മുടെ ഡിഷ് പാകമായിട്ടുണ്ട്. കഴിക്കാനും കാണുന്നത് പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. മക്കളൊക്കെ മൈലാഞ്ചി ഇട്ട് വന്ന്, പണ്ടൊക്കെ ആണെങ്കിൽ വീട്ടിൽ തന്നെ മൈലാഞ്ചി ഇടുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ സുരേഷ് ഗോപി സാറ് വെറുതെ പോയി ഇതാ വന്നു, അങ്ങോട്ട് പോവുക, മൈലാഞ്ചി ഇടുക, ഓടി വരിക. ഇത് കുറച്ച് വേറൊരു സീറ്റിൽ ഉപയോഗിക്കാൻ വേണ്ടി കുറച്ച് ചവ്വരി വേവിച്ച് വെച്ചതാണ് കേട്ടോ. പിന്നത്തെ ഒരു ഡിഷ് എന്ന് പറയുന്നത് എല്ലാവരും ഉണ്ടാക്കും അന്നത്തെ ദിവസം. സേമിയ 2 ലിറ്റർ പാല് പഞ്ചസാരയും കൂട്ടി 1.5 ലിറ്റർ ആകുന്നോടം വരെ വറ്റിച്ചെടുക്കുക. നന്നായിട്ട് വെന്ത സേമിയ അതിനകത്തേക്ക് ചേർത്ത് വീണ്ടും ഒരു 1/4 ലിറ്റർ കൂടെ വറ്റിക്കണം. പിന്നെ നെയ്യിൽ മൂപ്പിച്ച് നമ്മുടെ ഗ്രാമ്പൂവും പട്ടയും ഏലക്കായും കൂടെ കൂടിയിട്ട് നന്നായിട്ട് നല്ല ഒരു ക്രീമി പരിമാകുന്നോടം വരെ നമ്മളതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ എന്നിട്ട് ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇട്ടെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന സേമിയ. ഓക്കെ, 2 സ്വീറ്റ്സ് ആയി ഓൾറെഡി. പിന്നീട് ഞാൻ ഉണ്ടാക്കിയത് ഈ ചുരക്ക വെച്ചിട്ടുള്ളൊരു സ്വീറ്റാണ്. അതിൻ്റെ ഡിഷും പ്രിപ്പറേഷനും ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല, കാരണം എൻ്റെ ഒരു വീഡിയോയിൽ ഉണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വ്ളോഗിൽ ഒരു വീഡിയോയിലുണ്ട്. കദ്ദു മിഠ എന്നാണ് പറയുന്നത്. ഭയങ്കര ടേസ്റ്റാണ് ഇത് കേട്ടോ. അതിനകത്തിടാനാണ് ഞാൻ ആ ചൗരി വേവിച്ച് വെച്ചത്. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതാണ് പെരുന്നാളിന് ഞാൻ എടുത്ത എൻ്റെ ഡ്രസ്സ്. സിൽക്ക് ഡ്രസ്സാണത്. ഒരു ഫുൾ സെറ്റ്, ഒരു സിൽക്കിൻ്റെ ഒരു ദുപ്പട്ടയും. ഇതായിരുന്നു കേട്ടോ എൻ്റെ സ്പെഷ്യൽ മട്ടൺ ദം ബിരിയാണി ആയിരുന്നു. അതിൻ്റെ വീഡിയോ അടുത്ത വ്ളോഗിൽ ഞാൻ ഇടുന്നതാണ് കേട്ടോ. കുറച്ച് ഫോട്ടോഷൂട്ടിനൊക്കെ പോയി. ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ചെറിയ സ്വർഗത്തിലെ വലിയ സന്തോഷങ്ങളാണിതെല്ലാം. ഓക്കെ, വെളിയിലൊക്കെ പോയി ഫോട്ടോസൊക്കെ എടുത്തു. മക്കളൊക്കെ ആയിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ റിലേഷൻസിൻ്റെയൊക്കെ വീട്ടിലൊക്കെ പോയിട്ടോ. അപ്പോൾ എൻ്റെ സിസ്റ്റർ ഇൻ ലോയുടെ വീട്ടിലൊക്കെ പോയി അവരെയൊക്കെ കണ്ടു. അത്യാവശ്യം നല്ല സന്തോഷമായിരുന്നു കേട്ടോ. എന്തായാലും നോമ്പിൻ്റെ സമയത്ത് കുറച്ച് അസുഖങ്ങളൊക്കെ വന്നെങ്കിൽ കൂടെ നോമ്പൊക്കെ കഴിയുന്ന സമയമായപ്പോഴത്തേക്ക് എല്ലാവർക്കും അസുഖങ്ങളൊക്കെ മാറി. മക്കളെടുത്ത ഡ്രസ്സാണ് കേട്ടോ. അവരിട്ടിരിക്കുന്നത് പാകിസ്ഥാനി സ്യൂട്ട്സായിരുന്നു. എൻ്റെ കുഞ്ഞാപ്പി ഇല്ലാതെ ഞങ്ങൾക്ക് എന്താഘോഷം.